നമസ്കാരം. എന്നോട് പല ആൾക്കാരും മെസ്സേജ് വിടുകയും വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അത് പെട്ടെന്ന് പറയണം, ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് പാലിക്കാനാണ്, അപ്പോൾ അതിൻ്റെ മെസ്സേജൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി വിടണം എന്ന് പലരും വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിവാഹ ജീവിതം അല്ലെങ്കിൽ വിവാഹം എങ്ങനെയാണ്, ദൈവത്തിൻ്റെ നിയമം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഉള്ളത് എങ്ങനെയാണെന്നൊരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അത് വെച്ചിട്ട് അത് കണ്ട ഉടനെ തന്നെ ഒന്ന് രണ്ട് പേര് എന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചു. അല്ല, ഒരാൾ പറഞ്ഞത്, സാറ് പറഞ്ഞതുപോലെ ഒരു ലവ് മാരേജ് ആയിരുന്നു, ആ പെൺവീട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ കല്യാണം നടത്താനുള്ള സാമ്പത്തികം പോലും ഇല്ലാത്തത് കൊണ്ട് ഞാനാണ് അങ്ങോട്ട് ചിലവെല്ലാം ചെയ്ത് കല്യാണം വരെ നടത്തിയത്. പക്ഷേ കല്യാണത്തിനൊക്കെ ശേഷം അവളുടെ സ്വഭാവം ഞാൻ ഉദ്ദേശിച്ചതുപോലെ അല്ല, നമ്മൾ തമ്മിൽ അങ്ങോട്ട് ശരിയാകുന്നില്ല, പല പല വിഷയങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പോൾ സാറ് പറഞ്ഞു, ഈ ലവ് മാരേജ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഒരു കച്ചവടം പോലെ ചെയ്യാത്ത കല്യാണമാണ് ശരിക്കും ദൈവത്തിൻ്റെ പ്ലാന്, അങ്ങനെയുള്ള കല്യാണം. അപ്പോൾ എൻ്റെ കല്യാണം അങ്ങനെ ആയിരുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് പ്രശ്നം എന്ന് ഒരാൾ. വേറൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് ഉള്ളത് കൊണ്ട് എത്ര ദുഷ്ടനായ ഭർത്താവാണെങ്കിലും അയാളുടെ സകലമാന ദുഷ്ടതലവും സഹിച്ച് ഞാൻ വർഷങ്ങളോളം സഹിച്ച് ജീവിച്ചു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, നേരത്തെ പ്രതികരിക്കുകയും ഡൈവേഴ്സ് വരെ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും നാൾ അങ്ങനെ ജീവിച്ചില്ലേ. അപ്പം ഞാൻ അങ്ങനെ ജീവിച്ച എനിക്ക് ഈ ഇത്രയും വർഷങ്ങളായിട്ടും, എത്രയോ വർഷങ്ങൾ വയസ്സായി അവർ, എത്രയോ വർഷങ്ങളായിട്ടും എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറുകയോ നന്നാവുകയോ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പം സാറ് പറഞ്ഞ പോലെ അങ്ങനെ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ കുടുംബം നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു സ്വസ്ഥത വന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് ശരിയായില്ലല്ലോ എന്ന് ഒരാൾ. ഇങ്ങനെ പലവരും പല ചെറിയ ചെറിയ അഭിപ്രായങ്ങളിൽ ഇങ്ങനെ എന്നോട് പറയുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ദൈവത്തിൻ്റെ വ്യവസ്ഥ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങൾ പലതുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയോ രണ്ട് മേഖലയോ ഒക്കെ നമുക്ക് പരാജയപ്പെട്ടാലും ആ മേഖലയിലൂടെ വരുന്ന നെഗറ്റീവ് ശക്തികൾ നമ്മൾ സ്വാധീനിക്കുകയും നമുക്ക് എവിടെയാണോ പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ വിഷമം വരുന്നത് ആ മേഖലയിൽ അവർ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വിവാഹം എങ്ങനെ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞു വെച്ച് ഇത് ഓക്കെ എന്ന് വിചാരിച്ച് കുടുംബജീവിതം ഓക്കെ എന്ന് ആരും കരുതണ്ട. കാരണം നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങളിൽ തെറ്റാവുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ മനുഷ്യനുള്ളത് ഇനി അനേകമുണ്ട്. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അപ്പം ഇതൊക്കെ ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിലാണ് എനിക്ക് പരാജയം വന്നത്, അല്ലെങ്കിൽ ഇന്ന രണ്ട് കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് ശരിയാക്കാനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ഇനി ശരിയാക്കിയാൽ ഇനി അങ്ങോട്ടെങ്കിലും നമുക്ക് കൂടുതൽ കഷ്ടം അനുഭവിക്കാതെ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കഴിഞ്ഞത് കഴിഞ്ഞു, അനുഭവിച്ചു, അത് പല കാര്യത്തിലൂടെ നമുക്ക് പറ്റേണ്ടത് പറ്റി. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ലവ് മാരേജ് ആണ്, പരസ്പരം ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിഞ്ഞത്, ദൈവത്തിൻ്റെ നിയമപ്രകാരമുള്ള കല്യാണമായിരുന്നു. ആ പെണ്ണ് വീട്ടുകാർക്ക് കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കാശ് മുടക്കി ആ കല്യാണ ചിലവെല്ലാം ഈ ചെറുക്കൻ തന്നെ ചെയ്തു. സ്ത്രീധനം ഒന്നും വാങ്ങിച്ചിട്ടില്ല, ആ മേഖലയും ഓക്കെ. ഭർത്താവ് പറയുന്ന അനുസരിച്ച് കീഴ്പ്പെട്ട് കുടുംബമൊക്കെ നോക്കുന്ന ഒരു ഭാര്യയാണ്. ഭർത്താവിൻ്റെ മേൽ അധികാരം കാണിക്കുകയോ അങ്ങനെയൊന്നും കാണിക്കാതെ നല്ല അടക്കമൊതുക്കുള്ള ഭാര്യയാണ്. അപ്പോൾ കുടുംബജീവിതം ഹാപ്പി ആവുമോ? ഈ രണ്ട് ഭാഗം ഓക്കെ. പക്ഷേ ഈ ഭർത്താവ് ഏതെങ്കിലും മദ്യത്തിന് അടിമയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്ത്രീ ബന്ധരഹസ്യത്തിലുണ്ടോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ ഏതെങ്കിലും രീതിയിൽ തെറ്റിച്ച് ജീവിക്കുന്ന ആളാണോ, ഇനി കുടുംബപരമായിട്ട് എന്തെങ്കിലും ശാപം എന്തെങ്കിലും ഈ പുള്ളിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ, ഇനി ഇവരുടെ ജീവിതത്തിൽ അസൂയ കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്ടശക്തികളെ പ്രീതിപ്പെടുത്തി ഇവർക്കെതിരെ ശല്യത്തിന് വിട്ടിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ പല പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ കുടുംബജീവിതം ഹാപ്പി ആവേണ്ടത്. അല്ലാതെ പല പല ഘടകങ്ങളിൽ ഒന്നോ രണ്ടോ കാര്യം ഓക്കെ എന്നും പറഞ്ഞ് അവിടെ ഹാപ്പി ആവണമെന്നില്ല. അപ്പോൾ ഈ ഓരോ മേഖലയും ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൽ ഏതൊക്കെ മേഖലയിലാണ് നമ്മളുടെ പരാജയം എന്ന് കണ്ടെത്തി അവർ തന്നെ ക്ലിയർ ചെയ്താൽ മതി. പിന്നെ മറ്റൊരു വിഷയം, ഈ പലർക്കും ഈ കർമ്മഫലം എന്നതിനെക്കുറിച്ച് അവർക്ക് അധികം ഒരു അറിവ് ഇല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്ന പലർക്കും ഞാൻ അങ്ങോട്ട് പലത് പറഞ്ഞു കൊടുത്തിട്ടും അവർക്കതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതായത് നമുക്ക് ദൈവം തന്ന ഈ ഭൂമിയിൽ കഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കർമ്മഫലം, മുൻജന്മ കർമ്മഫലം, അല്ല അച്ഛനമ്മമാർ വഴിയ കർമ്മഫലം ഇത് അനുഭവിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ കണക്ക്. ഇങ്ങനെ അനുഭവിച്ച് തീരുന്ന ആത്മാവ് ദൈവത്തിലേക്ക് പോകും.
അതേസമയം ദൈവം ഒരാൾക്ക് കർമ്മഫലം അനുഭവിക്കാൻ അനുവദിക്കുന്നില്ല, അങ്ങനെ കർമ്മഫലം കൊടുക്കുന്നില്ലെങ്കിൽ വിചാരിച്ചോളണം ആ വ്യക്തിയുടെ ആത്മാവിനെ ദൈവത്തിന് ഇപ്പോൾ ആവശ്യമില്ല. ചിലപ്പോൾ അടുത്ത ജന്മത്തിലോ അതിൻ്റെ അടുത്ത ജന്മത്തിലോ ഒക്കെ ആയിരിക്കും തീർക്കാനിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പല നിരീശ്വരവാദികൾ അവരൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് തുടങ്ങിയതേ ഉള്ളൂ. അവരെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു മെസ്സേജ് വിടാം. അവരെയും ദൈവം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊന്നും ശിക്ഷിക്കുന്നില്ല. കർമ്മഫലമൊന്നും അവർക്ക് സ്ട്രിക്റ്റ് അല്ല. അതിൻ്റെ കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ കർമ്മഫലത്തിൻ്റെ അടിസ്ഥാന തത്വം, നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ ഭൂമിയിൽ അനുഭവിച്ചു പോയാൽ ഈ ആത്മാവിന് അതിന് പകരമായ പ്രായശ്ചിത്തം അല്ലെ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ച് തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആത്മാവ് ദൈവത്തിലേക്ക് തിരിച്ചെത്തില്ല. അപ്പം നമ്മുടെ വിവാഹത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും എവിടെയെങ്കിലും ദൈവത്തിന് അനിഷ്ടമായ രീതിയിൽ എന്തെങ്കിലും തെറ്റിപ്പോയാൽ അതിന്റെ ഫലം ശരിക്കും ഭൂമിയിൽ അനുഭവിച്ച് തീരുന്നത് ഭാഗ്യമാണ്. അപ്പൊ അങ്ങനെ അനുഭവിച്ച് ഇപ്പം എന്നെ അനുഭവിച്ച് പലരും വിളിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളണം അവരെ ഇതുവരെ ഉള്ളതും അല്ല ചെയ്ത് എന്തൊക്കെയോ അബദ്ധങ്ങൾ പറ്റിയതിന്റെ ഫലം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനുഭവിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരത് എന്ത് കാരണത്താലാണ് അവർ അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാലേ ഇനിയെങ്കിലും അതൊന്ന് ക്ലിയർ ചെയ്ത് ഇനി ആ ഫലത്തിൽ നിന്ന് കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതേസമയം അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെയും മറ്റന്നാളും അടുത്ത ആഴ്ചയും അടുത്ത മാസമൊക്കെ ഇവർ ഇതേ തെറ്റുകൾ ചെയ്യുകയും ചെയ്യും. അതേ സമയത്ത് ഇതിന്റെ ഫലം പിന്നെ അനുഭവിച്ച് തീർക്കുകയും ചെയ്യേണ്ടി വരും. അപ്പം ഇനി അങ്ങോട്ട് കഷ്ടമായിരിക്കും. പക്ഷെ ഇതുവരെ ഉള്ളത് കഴിഞ്ഞു. അത് നിങ്ങൾ കാണിച്ച എന്തോ തെറ്റിന്റെ പുറത്തോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്നതിന്റെ പുറത്തോ എന്തോ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞു. പക്ഷെ ഇനിയെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്താൽ നമുക്ക് പറ്റാവുന്ന മേഖലകളിലെല്ലാം നമുക്ക് തിരുത്തുകയും ചെയ്യാം. അതിന്റെ ഫലമെന്നോണം ഇനി കഷ്ടം ഇനി ഭൂമിയിൽ ഇല്ല. ഇതാണ് എന്നിലൂടെ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഇതിന്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ പല കർമ്മഫലങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും ദൈവത്തെയാണ് പ്രവൃത്തിക്കൊണ്ടിരിക്കുന്നതും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ദേഷ്യപ്പെടുന്നതെല്ലാം ദൈവത്തോടാണ്. ഇതിലൊരു രഹസ്യമുണ്ട്. ദൈവം എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ചിലപ്പോൾ ചിലർക്ക് അറിയാമായിരിക്കാം. നമ്മൾ ഏതൊരു തെറ്റ് ചെയ്താലും അല്ലെ ഏതൊരു മണ്ടത്തരം അല്ലെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്ത് ചെയ്താലും അതിൽ പ്രകാരം ചില നെഗറ്റീവ് ശക്തികൾക്ക് നമ്മളെ മേൽ അധികാരമുണ്ട്. കാരണം നമ്മൾ തെറ്റി. അപ്പൊ തെറ്റ് ചെയ്യുന്നവനെ എപ്പോൾ പിടിക്കണം എന്ന് പറഞ്ഞ് ഈ നെഗറ്റീവ് ശക്തികൾ നമുക്ക് ചുറ്റുമെല്ലാം ഉണ്ട്. അപ്പൊ എവിടെയൊക്കെ തെറ്റുന്നു അവിടെയെല്ലാം നെഗറ്റീവ് ശക്തി നമ്മളിൽ കയറി അവരുടെ പരിപാടികൾ ചെയ്യും. അങ്ങനെ അവർ നമ്മളിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം. അതാണ് നെഗറ്റീവ് ശക്തി എന്ന് പറയുന്നത്. അവർക്ക് ഒരു ദാക്ഷിണ്യവും, അവർക്കൊരു മനസാക്ഷിയില്ല, അവർക്കൊരു രസമാണ്. നമ്മളെ ഇട്ട് പീഡിപ്പിക്കുകയും നമ്മളെ ശല്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന അവരുടെ ഒരു രസമാണ്. അപ്പൊ അങ്ങനെ അവർ രസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും ആ ദൈവം നമ്മളെ ഓർത്ത് വിഷമിക്കുകയാണ്. കാരണം നമ്മുടെ അറിവില്ലായ്മയിൽ കൊണ്ട് ഈ സാധനത്തെ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ശക്തിയെ നമ്മളായിട്ട് തന്നെ വലിച്ചു കയറ്റി. അപ്പൊ ഈ ശക്തി അകത്തിരുന്നും കൊണ്ട് അവന് ബോധിക്കുന്ന കാലത്തോളം അവൻ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെ എപ്പോഴെങ്കിലും നിലവിളിക്കുകയും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അതിൽ നിന്നൊരു മോചനം തരും. പക്ഷെ ഈ വ്യക്തി പിന്നെയും ചില തെറ്റുകൾ ചെയ്തിട്ട് വേറെയും ചില ദുഷ്ടശക്തികളെ വലിച്ചു കയറ്റുകയും പിന്നെയും ശല്യം ചെയ്ത് അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് തെറ്റ് ചെയ്താലും അതിന് പ്രകാരം വരുന്ന നെഗറ്റീവ് ശക്തികളുടെ ശല്യം അവനവൻ അനുഭവിക്കുന്നതാണ് ഈ കർമ്മഫലം. അല്ലാതെ ദൈവം തരുന്ന ശിക്ഷയല്ല. എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ അതാണ് നമുക്ക് വരുന്ന കർമ്മഫലം. ഇത് ചെയ്യുന്നത് നെഗറ്റീവ് ശക്തികളാണ്. പക്ഷെ അവർ ചെയ്ത് തിന്നിട്ട് പോട്ടെ അല്ലെ തീർത്തിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് ദൈവം വെയിറ്റ് ചെയ്യും. കാര്യം അങ്ങനെ അവരുടെ ആ പാപത്തിന്റെ ഫലമെന്നോണം അത്രയും അവരുടെ പീഡനം നമ്മൾ അനുഭവിച്ച് തീർന്നാൽ നമുക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കും. ഇതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വലിയൊരു മുതലാളി, ഒരു കൃഷിക്കാരൻ, അയാളുടെ വസ്തുവിൽ അയാളുടെ തോട്ടത്തിൽ അയാൾ ചുറ്റാകെ മതിൽ കെട്ടിയിട്ടുണ്ട്. മതിൽ കെട്ടിയിട്ട് അതിനകത്ത് ഇഷ്ടംപോലെ ഫലവൃക്ഷാദികളും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിലുണ്ട്. മറുവശത്ത് അയാൾക്കൊരു തോട്ടമുണ്ട്, ഇഷ്ടംപോലെ ഫലവൃക്ഷാദികളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ വിശ്വസ്തരായ അയാളുടെ ശിഷ്യരോട് അയാൾ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഇപ്പുറത്തെ വസ്തുവിൽ നിന്ന് എന്ത് ഫലം വേണോ നിങ്ങൾക്ക് ഭക്ഷിക്കാം, കഴിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഇപ്പുറത്തെ വസ്തുവിൽ നിങ്ങൾ ചാടിക്കയറി കഴിക്കരുത്. ഇപ്പുറത്തെ വസ്തുവിൽ നല്ല ഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ കുറെ പട്ടികളെ ആ കോമ്പൗണ്ടിൽ അഴിച്ചു വിട്ടിട്ടുണ്ട്. നിങ്ങൾ ചാടിക്കയറി അത് കഴിക്കാൻ നോക്കിയാൽ പട്ടി നിങ്ങളെ കടിക്കും എന്ന് ആ മുതലാളി ശിഷ്യരോട് പറയുന്നു. അപ്പൊ ശിഷ്യര് അത് മനസ്സിലാക്കി അത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവർ നോക്കിയപ്പോൾ മുതലാളി വെച്ചിരിക്കുന്ന സ്ഥലത്തുള്ള ഫലങ്ങളും വൃക്ഷങ്ങളും ഒക്കെ അത്ര കണ്ട് പോരാ, അതത്ര നല്ല രുചി ഫീൽ ചെയ്തില്ല. പക്ഷെ അത് ഓക്കെ. അപ്പം മുതലാളി അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കൃഷി ചെയ്ത് അതിൻ്റെ മുകളിൽ വളമൊക്കെ ചെയ്ത് വെട്ടിക്കിളച്ച് അതിനെ നല്ല ഫലമാക്കി നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ഭക്ഷിച്ചുകൊള്ളൂ എന്ന് പറയുന്നു.
പക്ഷെ ശിഷ്യർ നോക്കിയപ്പോൾ ഇപ്പുറത്തെ വസ്തുവിൽ, പട്ടികളെ അഴിച്ചിട്ടിരിക്കുന്ന വസ്തുവിൽ ഇഷ്ടംപോലെ ഫലങ്ങളുണ്ട്, നല്ല നിറഞ്ഞ് പഴുത്തിരിപ്പുണ്ട്. ശരിക്കും മുതലാളി ഈ രണ്ടും വെച്ചത് ഈ ശിഷ്യരെ പരീക്ഷിക്കാനായിരുന്നു. എന്നെ അനുസരിക്കുന്ന ശിഷ്യരാര് എന്ന് അറിയാനായിരുന്നു ഈ മുതലാളി അത് ചെയ്തത്. അപ്പോൾ ശിഷ്യരിൽ പലരും വിചാരിച്ചു, ഈ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഫലമുണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് പഴുത്ത് വിളഞ്ഞു നിൽക്കുന്ന ആ ഫലം എളുപ്പത്തിൽ നമുക്ക് പറിച്ച് കഴിക്കാം. അതിനുവേണ്ടി അവർ മുതലാളി അറിയാതെ പതുക്കെ മതിൽ ചാടി ഫലം പറിച്ച് കഴിക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ പട്ടികൾ ഇപ്പോൾ വളഞ്ഞിട്ട് ഇവനെ ആക്രമിക്കുകയും കടിച്ച് റെഡിയാക്കുകയും ചെയ്തു. അപ്പോൾ ആ വസ്തുവിൽ കിടന്ന ശിഷ്യർ അല്ലെങ്കിൽ ശിഷ്യര് മുതലാളിയെ കിടന്ന് നിലവിളിച്ചപ്പോൾ മുതലാളി പട്ടികളെല്ലാം പിടിച്ച് കൂട്ടിക്കയറ്റിയിട്ട് അവരെ ശുശ്രൂഷിച്ച് ഭേദമാക്കി. എന്നിട്ട് പറഞ്ഞു, ഇനിയും ഇവിടെ ചാടി കിടക്കരുത്, നിങ്ങൾക്കുള്ളത് അപ്പുറത്തുണ്ട്, നിങ്ങൾ അത് കഴിച്ചാൽ മതി. കുറച്ച് ദിവസം മുറിവ് ഉണങ്ങിയപ്പോൾ ഈ ശിഷ്യരെന്ത് വിചാരിച്ചു, കുഴപ്പമില്ല, പട്ടി ഇല്ലാതെ നമുക്ക് നൈസാ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് പിന്നെയും അതിൽ ചാടി കടിച്ചു. അപ്പോൾ പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് അത് മനസ്സിലാക്കാതെ ചാടി അപ്പുറത്തോട്ട് പോയി ഭക്ഷിക്കുമ്പോഴാണ് പട്ടി കടിക്കുന്നത്. ഇതേപോലെ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, അതെല്ലാ മതത്തിലുണ്ട്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്താണ് ചെയ്യേണ്ടത്, ശരി തെറ്റെല്ലാം വെച്ചിട്ടുള്ള എല്ലാം ഒന്ന് തന്നെ. പല വ്യക്തികൾ പല രീതിയിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ബൈബിളൊക്കെ നോക്കിയപ്പോഴും ഇതൊക്കെ പറഞ്ഞപ്പോഴും എല്ലാം എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് എല്ലാത്തിനും തിരിച്ചു മറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നോട് സംസാരിച്ച ദൈവം തന്നെയാണ് ഇവരോടൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, എല്ലാത്തിനും പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന കാര്യങ്ങളെല്ലാം ഒന്നാണ്. അപ്പം ഈ നിയമങ്ങളാണ് ദൈവം വെച്ചിരിക്കുന്ന ഇപ്പുറത്തെ ഫലം അല്ലെങ്കിൽ ഇപ്പുറത്തെ ശിഷ്യർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അപ്പം അവിടെ നമ്മൾ ഇന്ന് കൃഷി ചെയ്ത് ഒന്ന് കഷ്ടപ്പെട്ടാലേ ഫലം കിട്ടും. പക്ഷേ ഇപ്പുറത്തിരിക്കുന്ന നെഗറ്റീവ് ശക്തികൾ വെച്ചിരിക്കുന്ന അല്ലെ ദൈവം തന്നെ അലോ ചെയ്തിരിക്കുന്ന ആ നെഗറ്റീവ് ശക്തികളുടെ മേഖലയിൽ പോയാൽ നമുക്ക് ഭയങ്കര വളർച്ചയും ഉയർച്ചയൊക്കെ പെട്ടെന്ന് നടക്കുകയും ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ ഫലം കിട്ടും. പക്ഷേ അവിടെ കയറി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴിച്ചിട്ടിരിക്കുന്ന പട്ടികൾ നമ്മെ കടിക്കും. അത് കടി കിട്ടുമ്പോൾ നമുക്ക് ബോധം വരും, നമ്മൾ അയ്യോ തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കും, ഇപ്പുറത്തോട്ട് ചാടാൻ നോക്കും. ഇതാണ് ഈ മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ മതിൽ ചാടി നിയമമാകുന്ന ആ മതിലിനെ ചാടിക്കടന്ന് ഫലം തിന്നാൻ നോക്കുമ്പോൾ കിട്ടുന്ന പട്ടിക്കടിയാണ് നിങ്ങൾക്ക് ഈ അനുഭവിക്കുന്ന നെഗറ്റീവിൻ്റെ ശല്യം. പക്ഷേ കരഞ്ഞ് വിളിക്കുമ്പോൾ ദൈവം തന്നെ നെഗറ്റീവ്സിനെ മാറ്റി നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ പിന്നെയും മതിൽ ചാടി അവിടെ തന്നെ പോയി കഴിക്കുന്നു, പിന്നെയും കടി കിട്ടുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിലൂടെ ദൈവം പറയുന്നത്, നിങ്ങൾ ഇനി മതിൽ ചാടാതെ, ഇപ്പോൾ ഇത്രയും നാൾ കടി കിട്ടി, ഇനിയെങ്കിലും മതിൽ ചാടാതെ ഇപ്പുറത്ത് നിന്ന് ആ നിയമമാകുന്ന കഷ്ടം, ആ നിയമം പാലിക്കുക എന്നുള്ളത് വിചാരിക്കുമ്പോൾ എളുപ്പമല്ല. ഞാനിപ്പോൾ ചില കാര്യം പറയുമ്പോൾ തന്നെ ചില വ്യക്തികൾക്ക് അയ്യോ അതങ്ങനെ അല്ലല്ലോ, അതങ്ങനെ ശരിയാവും, ഈ കാലത്ത് ഇതൊക്കെ നടക്കുമോ എന്നിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഈ പറയും പോലെയൊക്കെ വല്ലതും നടക്കുമോ? അതൊന്നും ഒരിക്കലും നടക്കൂല. അത് നമ്മൾ കാലമനുസരിച്ച് ജീവിക്കേണ്ടേ. അങ്ങനെ ജീവിച്ചാൽ പട്ടിയുടെ കടി കിട്ടും. പക്ഷേ ഈ കാലമനുസരിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ആ കഷ്ടം, ആ കൃഷി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത്. ആ ഫലം വേണമെങ്കിൽ നമ്മളൊന്ന് കഷ്ടപ്പെടണം. മറ്റുള്ളവർ പോലെ ജീവിക്കാൻ പറ്റില്ല, ഇവർ കാണിക്കുന്ന പോലെ കാണിക്കാൻ പറ്റില്ല, പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെ പല രീതിയിലും ഒരു കഷ്ടം, ഒരു ഞെരുക്കം അനുഭവിച്ചാലേ ഇപ്പുറത്തുനിന്ന് ഫലം കിട്ടുകയുള്ളൂ. അപ്പം ഇതാണ് ഈ കർമ്മഫലം എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം ഈ പട്ടികടി കിട്ടുകയും ഈ മതിലുചാടിൻ്റെ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മേൽ പാപമില്ല. പക്ഷേ നമുക്ക് തിരിച്ചറിയണം, നമ്മൾ ഈ ഇന്ന ഭാഗത്ത് ചാടിക്കിടന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന ഭാഗം തെറ്റിച്ചത് കൊണ്ടാണ് ഈ കടി കിട്ടിയത്, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികൾ നമ്മൾ ഇങ്ങനെ ചെയ്തത് എന്ന സത്യം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഇനിയെങ്കിലും തെറ്റാതെ ജീവിക്കാം. അപ്പോൾ ഇത്രയും നാളും കടി കിട്ടിയത് കൊണ്ട് ദൈവത്തെ ചെയ്തുള്ളിച്ചിട്ട് കാര്യമില്ല. ഇനി ഇപ്പോഴെങ്കിലും ഈ സത്യം തിരിച്ചറിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഓരോരുത്തർ അവരുടെ മതത്തിൽ തന്നെ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പുറകോട്ട് പഠിച്ച് അങ്ങ് നിയമം പാലിച്ച് വരേണ്ടതായിരുന്നു. എല്ലാ കാര്യത്തിലും എല്ലാത്തിലും ഓരോന്ന് വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവം ചില വ്യവസ്ഥകളും അല്ലെങ്കിൽ ചില നിയമങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓരോ മതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പാലിച്ച് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പല വ്യക്തികൾക്കും പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം സ്ത്രീകളുടെ വസ്ത്രധാരണ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അതേപോലെ തന്നെ ആഹാരത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ മക്കളെ വളർത്തുന്ന കാര്യങ്ങൾ, എല്ലാത്തിലും നമ്മൾ ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്. ഇത് പാലിച്ച് പോയാൽ ആ തെറ്റുന്ന പുറത്ത് ഈ നെഗറ്റീവ് ശക്തികൾ വലിഞ്ഞു കയറി നമ്മളെ കടിക്കില്ല. ഇനി നമുക്കൊരു അബദ്ധം പറ്റി, ഒരു തെറ്റ് പറ്റി, അപ്പോൾ അതിൽ പറഞ്ഞ് നമ്മളൊന്നും അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തോട് കുറ്റബോധവും പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ദൈവത്തോട് അടുത്താൽ അതുവരെ ഉള്ളതെല്ലാം ദൈവം തന്നെ ക്ലിയർ ചെയ്ത് തരും എന്ന് ദൈവം എന്നോട് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ സൃഷ്ടാവൻ ദൈവത്തിൻ്റെ പ്രത്യേകത. മറ്റൊരു ശക്തികൾക്ക് ആ ഒരു കഴിവില്ല, നമ്മളെ വിധി മാറ്റി ക്ഷമിച്ചു തരാനുള്ള കഴിവില്ല. പക്ഷെ ദൈവത്തോട് എത്താൽ ആ ദൈവം അതിനു വേണ്ടി ചെയ്തു തരും. പക്ഷെ ആരും അതിലോട്ട് എത്തുന്നില്ല. സ്വന്തം മതത്തിൽ തന്നെ ഉണ്ടല്ലോ പഠിക്കാൻ ഇഷ്ടം പോലെ, അതിലൂടെ തന്നെ ആ സൃഷ്ടാവ ദൈവത്തെ മനസ്സിലാക്കുക. എല്ലാ മതത്തിലും അവസാനം പറഞ്ഞു വെക്കുന്നത് ആരും കണ്ടിട്ടില്ലാത്ത ആ അദൃശ്യ ദൈവത്തിലാണ് പറഞ്ഞു വെക്കുന്നത്.
പക്ഷെ അതിലെത്തി എത്തേണ്ട മാർഗങ്ങളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അതിലൂടെ എത്രയും പെട്ടെന്ന് അവിടെ എത്ത്. ഈ അടുത്ത കാലത്ത് ചിലർ എന്നെ ചോദിക്കുന്നത്, നമ്മൾ പല ജന്മത്തിലൂടെയല്ലേ അങ്ങോട്ട് എത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ എത്താം. അങ്ങനെ ചിന്തിക്കരുത്. എന്തുകൊണ്ടാണ് ആ പതുക്കെ പതുക്കെ എത്താം എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിലൂടെ തന്നെ ഞാൻ ഇപ്പോൾ ഉഴപ്പി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ജീവിച്ചിട്ട് പതുക്കെ എത്താം എന്ന് അവൻ തന്നെ പറയുകയാണ്. അപ്പോൾ അതിനർത്ഥം അവൻ നന്നാവാൻ ഇപ്പോൾ അവന് പ്ലാൻ ഇല്ല, ഈ സമയത്ത് അവനിപ്പോൾ ഉദ്ദേശമില്ല. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും അവൻ ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവുകയില്ല, പാലിക്കുകയും ചെയ്യാത്തത് കാരണം അവൻ മതിലെടുത്ത് ചാടി അപ്പുറത്തെ ഫലം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ പട്ടി കടിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഇപ്പോഴത്തെ വിഷയം. അപ്പോൾ കർമ്മഫലം എങ്ങനെയാണ്? അത് ദൈവം നേരിട്ട് ചെയ്യുന്നതല്ല, നമ്മളായിട്ട് ചെന്ന് വാങ്ങിച്ചു കൂട്ടുന്നതാണ് ഈ കർമ്മഫലം. പക്ഷെ ഫലം അനുഭവിച്ച് തീർന്നാൽ അതോടെ തീർന്നു, ആ പാപം തീർന്നു. ഇതാണ് ദൈവത്തിൻ്റെ കണക്ക്. അല്ല, ദൈവം നേരിട്ട് ആരെ ശിക്ഷിക്കുകയോ കർമ്മഫലം ദൈവം നേരിട്ട് തരികയോ ചെയ്യുന്നതല്ല. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം ആ വലിഞ്ഞു കയറിയ എന്ത് തെറ്റിൽപ്പുറത്താണോ ഒരു നെഗറ്റീവ് ശക്തി വലിഞ്ഞു കയറിയത്, ആ നെഗറ്റീവ് ശക്തിയെ അവനവൻ തന്നെ സഹിക്കേണ്ടതാകുന്നു. ഇതാണ് കർമ്മഫലം. ഓക്കെ.